ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരേ ചോദ്യത്തിലുള്ള ഉത്തരമാണ് കാത്തിരിക്കുന്നത്. ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിന് ഇതുവരെ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ഭരണഘടനാപരമായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പുതിയ മന്ത്രിസഭകൾ അധികാരമേറ്റ് കഴിഞ്ഞപ്പോഴും കേരളത്തിൽ ഇന്നും അനിശ്ചിതത്വവും കാത്തിരിപ്പും മാത്രമാണ് തുടരുന്നത്. 10ാം ദിവസത്തിലേക്ക് നീളുന്ന ഈ അനിശ്ചിതത്വം സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനം കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടികളുടെ SLC പരീക്ഷാ ഫലം, പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണം, വിവിധ സർക്കാർ വകുപ്പുകളുടെ ഭരണ നടപടികൾ ഇവയെല്ലാം മന്ദഗതിയിലായിരിക്കുകയാണ്. സർക്കാർ വകുപ്പുകളിലെ നിയമനങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ, വിരമിക്കൽ നടപടികൾ, ഫയൽ ക്ലിയറൻസുകൾ തുടങ്ങി സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ തീരുമാനമാവാതെ കിടക്കുന്നു. സർക്കാർ മൊത്തത്തിൽ സ്തംഭിച്ച അവസ്ഥയിലാണ് എന്നാണ് വിലയിരുത്തലുകൾ ഉയർന്നു കേൾക്കുന്നത്. 102 സീറ്റുകളുടെ അതിശയകരമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോഴും മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇതുവരെയും ഐക്യമില്ലാത്തത് ജനങ്ങളിൽ വലിയ നിരാശ വിമർശനവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ നാളെ നീളെ എന്ന രീതിയിൽ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെ അനിശ്ചിതത്വത്തിൽ ആക്കി അങ്ങനെ മാറ്റി നിർത്തുകയാണ്. കോൺഗ്രസ് നേതൃത്വം എന്ന ആരോപണം അതികഠിനമായ രീതിയിൽ ശക്തമാകുന്നു. ജനവിധി വ്യക്തമായിട്ടും അധികാര നിർണയത്തിൽ ഈ വൈകിപ്പ് ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിനോടുള്ള അവഗണനയാണെന്നുള്ള വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമാണ്. കേരളത്തെ ശക്തമായി നയിച്ച പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് അനുകൂലമായിട്ടുള്ള ജനവികാരമാണ് സംസ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ ജനങ്ങളും VD സതീശനെ മുഖ്യമന്ത്രിയായി കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന പ്രതീതി സോഷ്യൽ മീഡിയയിലും പൊതു ചർച്ചകളിലും വ്യക്തമാണ്. എന്നാൽ പാർട്ടിയിലെ ചില നിർണായക നേതാക്കൾ VD പക്ഷത്തു നിന്ന് മാറി KC വേണുഗോപാലിന് ഒപ്പമാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിൽ MPയുടെയും സന്ദീപ് വാര്യരുടെയും സാമൂഹിക മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. VD സതീശനെ പിന്തുണയ്ക്കാത്ത നിലപാടുകൾ എടുക്കുന്നവർക്ക് എതിരെ പ്രവർത്തകരും അനുഭാവികളും തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സന്ദീപ് വാര്യർ നടത്താൻ പോകുന്ന ആഹ്ലാദ പ്രകടനങ്ങൾക്കും റോഡ് ഷോകൾക്കും എതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ അവർ അവരുടെ ഒരു വിമർശനം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ഇത്തരത്തിലുള്ള പോരുകൾ വലിയ സാമൂഹിക വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും എല്ലാം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവരുടെ ഔദ്യോഗിക പേജുകളിൽ പോയി പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് എത്തുമ്പോൾ അതിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇവർ സാമൂഹിക മാധ്യമങ്ങൾ വഴി നൽകുന്നത്. KC മുഖ്യമന്ത്രിയായാൽ പിന്നീട് 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഒരു പക്ഷം പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഈ ഒരു അവസ്ഥയിൽ മുസ്ലിം ലീഗും വളരെയധികം അസന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മുന്നണിയിലെ നിർണായക തീരുമാനങ്ങളിൽ വ്യക്തതയില്ലാത്തത് ലീഗ് പ്രവർത്തകരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്നാൽ VD പക്ഷത്ത് നിൽക്കുന്ന ഇവർ കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്താലും മുന്നണിയുടെ ഐക്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരളം ഇന്ന് ഒരു നിർണായക വഴിത്തിരിവിലാണ്. ജനങ്ങൾ ഒരു സ്ഥിരതയുള്ള ഭരണത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകളും അധികാര വടംവലികളും എത്രയും വേഗം അവസാനിപ്പിച്ച് സംസ്ഥാനത്തിന് വ്യക്തമായ നേതൃത്വം ഒരുക്കണമെന്ന ആവശ്യമാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഇന്നെങ്കിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് കേരളം മുഴുവൻ കാത്തിരിക്കുന്നത്. അടിയന്തരമായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് നിലവിലെ പ്രതിസന്ധികൾക്ക് വിരാമമിടണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാത്തിരുന്ന് കാണാം എന്താകുമെന്ന്.